ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂലൈ 30 ചൊവ്വാഴ്ചയാണ്. പതിവ് പോലെ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ മാസം അവസാനിക്കാൻ പോകുന്നു. ഇനി ഒരു ദിവസം കൂടി ഈ മാസത്തിലുള്ളൂ. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് മെസ്സേജ് അയക്കുന്നത്. ഒത്തിരി പേര്, എനിക്ക് തോന്നുന്നു ഏകദേശം 260ഓളം മെസ്സേജുകളാണ്. ഇന്നലെ ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചപ്പോൾ, അത് ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ കമൻസ് വായിക്കാത്തതിൻ്റെ ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് കാരണം പറഞ്ഞതാണ്. പക്ഷേ അത് എന്താ പറയുക, ഒരുപാട് പേര് എന്താണ് സംഭവം, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമോ അതോ താഴോട്ട് പോകുമോ എന്നുള്ള, മിഡിൽ ഈസ്റ്റിലെ വാറിൻ്റെ ഒരു സൂചനകൾ, അത് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇതിൽ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ലോകശക്തികൾ USA, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടും അവരുടെ പൊസിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ച് രാജ്യങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്തായിരിക്കും അവരുടെ സ്റ്റാൻഡ് എന്നറിയുന്നതോടുകൂടി എവിടെയെങ്കിലും ഒരനക്കം, ഒരു ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടാവും. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഇൻട്രാഡേ ട്രേഡിങ്ങിലൂടെ ജീവിച്ചു പോകുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. ഒരിക്കലും അതൊരു നല്ല കാര്യമായിരിക്കില്ല. നല്ലതിന് വേണ്ടിയല്ല ഈ യുദ്ധങ്ങളൊന്നും നടക്കുന്നത് എന്നത് സത്യാവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മാർക്കറ്റും നമുക്ക് നല്ലതിനായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കില്ല. ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു മേജർ ഈവൻറ്റ് നടക്കുമ്പോൾ മാർക്കറ്റ് നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കില്ല. അവിടെ എല്ലാവരുടെയും കാശ് പോകുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. സോ നിഫ്റ്റി 25,572 ഇപ്പോൾ ഈ മാസത്തെ ടാർഗറ്റ്. ഇന്നും നാളെയും 2 ദിവസമാണ് അതിനുള്ളത്. ഏകദേശം 500 പോയിന്റിൻ്റെ അടുത്ത്, ഇനി 500 അതിൽ കൂടുതൽ പോയിന്റ്സ് കയറാനുണ്ട്. അപ്പോൾ അത് കയറാൻ എനിക്ക് തോന്നുന്നില്ല എത്തും എന്നുള്ളത്. സോ നോക്കാം. എന്തായാലും ഇന്നലത്തെ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കാതെ വിട്ടാൽ പോലും ഇനി 2 ദിവസം കൊണ്ട് 500 പോയിന്റിലധികം കയറിപ്പോയാൽ മാത്രമേ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ ITR ഫയൽ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നാളെയും കൂടെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ ഈ പറഞ്ഞ ഡേറ്റിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം. കാരണം ഞാൻ അത് റെഫർ ചെയ്തിട്ടില്ല. എല്ലാ വർഷവും ഉള്ളതുപോലെ ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് എന്ന ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ITR ഫയൽ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന് ഒരു ദിവസത്തെ ടൈം, ഇന്നൊരു ദിവസം ശ്രമിച്ചാലും നടക്കാത്ത കാര്യമൊന്നുമല്ല. ഏതെങ്കിലും ഒരു CA കോൺടാക്ട് ചെയ്യുക, അവരോട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ടെർമിനലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എടുത്തു കൊടുത്തിട്ട് അവരോട് ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ അവർ ആ സംഭവങ്ങൾ റെഡിയാക്കി തരും. സോ ഫയൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഫയൽ ചെയ്യുന്നത് തീർച്ചയായും ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് നിങ്ങൾ ഫയൽ ചെയ്യുന്നത് നല്ലതാണ്. ഈ വർഷം ഇപ്പോൾ നിങ്ങളൊരു 5 ലക്ഷം രൂപ ലോസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വർഷം ടാക്സ് അടക്കാതെ പോകാൻ പറ്റും. ഈ വർഷം ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടക്കണ്ടല്ലോ. റൈറ്റ്. അപ്പോൾ എന്തായാലും ITR ഫയൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് ക്ലോസ് ചെയ്തത്. ദെൻ യൂറോപ്യൻ മാർക്കറ്റും കൃത്യമായിട്ടും ഒരു ഡയറക്ഷനൊന്നും കിട്ടുന്നില്ല. 2 ഭാഗത്തോട്ടും ചെറിയ പോയിന്റുകളിൽ വ്യത്യാസമുണ്ട്. മറ്റ് മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് എല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ ഇതിലേക്ക് വരികയാണ്, ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,878, ഇന്ന് ഓപ്പൺ ആയത് 882. ഒരു 4 പോയിന്റ് മുകളിൽ, ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 4 പോയിന്റ് മുകളിലാണ് ക്ലോസ് ആയത്. പക്ഷെ അവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ടാണ് പോയത്. 24,855 മാർക്കറ്റ് ഇറങ്ങിപ്പോയത്. സോ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് കാണിക്കുന്നത്. സോ നോക്കാം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ USA ട്രഷറി റീഫണ്ടിങ് ഫിനാൻസിങ് എസ്റ്റിമേറ്റ്, ഫ്രാൻസ് GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ, ജർമ്മനി GDP ഗ്രോത്ത്, സ്പെയിൻ GDP ഗ്രോത്ത്, ഇങ്ങനെയുള്ള കുറച്ച് ഇവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ വരുൺ ബിവറേജസ്, ടാറ്റ കൺസ്യൂമർ, ടൊറൻറ്റ്
പവർ, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, ടിറ്റഗർ റെയിൽ സിസ്റ്റംസ്, ശ്യാം മെറ്റാലിക്സ്, ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഗെയിൽ ഇന്ത്യ, ഇൻഡസ് ടവേഴ്സ്, ജിന്ദാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽസ്, ദെൻ ഗ്രാനൂൾസ് ഇന്ത്യ, ഫോഴ്സ് മോട്ടോഴ്സ്, ഡിക്സൺ ടെക്നോളജീസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, കാസ്ട്രോൾ ഇന്ത്യ. ഇത്രയും കമ്പനികൾ, ഇത്രയല്ല, ഇതിൻ്റെ ഒരു 10 ഇരട്ടി കമ്പനികളുണ്ട്. അതിൽ നിന്നും എനിക്ക് പരിചയം ഉള്ള കമ്പനികൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. F&O ബാനിൽ നിന്ന് ഇന്ത്യ സിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എക്സ്പയറിക്ക് ശേഷം ഒരു കമ്പനി ഇന്ത്യ സിമെൻ്റ് ആണ്. കാരണം ഇന്ത്യ സിമെൻ്റ് ന്യൂസിൽ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ന്യൂസിൽ ഇന്നലെ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യ സിമെൻറ്റിൽ ഹ്യൂജായിട്ടുള്ള ഒരു സ്റ്റേക്ക് മറ്റൊരു കമ്പനി വാങ്ങിയെടുത്തിട്ടുണ്ട്. സോ അത് ഇന്ത്യ സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. മൂവ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ, ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2474 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5665 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതുവഴി 3191 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നത്. മൊത്തത്തിൽ ഈ മാസത്തിൽ 2 കൂട്ടരും ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. 29,023 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ജൂലൈ മാസത്തിൽ നടന്നിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,943 ഓപ്പണായി 107 പോയിന്റ് നഷ്ടത്തിൽ 836 24,836 ക്ലോസ് ചെയ്തു. ഇനി 25,572 എന്ന നമ്മുടെ ടാർഗറ്റ് എത്തണമെങ്കിൽ ഏകദേശം 700 പോയിന്റോളം 700 പോയിന്റോളം മാർക്കറ്റ് കയറി പോകേണ്ടിയുണ്ട്. അത്രയും ഇന്നും നാളെയും കൊണ്ട് 700 പോയിന്റ് കയറി പോകാൻ പറ്റായികയൊന്നുമില്ല. പക്ഷേ നോർമലി അങ്ങനെ സംഭവിക്കാറില്ല. സോ എനിക്ക് തോന്നുന്നില്ല ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നുള്ളത്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 390 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. അതേപോലെ ഈ മാസത്തിൽ 843 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അത് മാത്രമല്ല വിർജിൻ CPR ആയിരുന്നു. അതായത് പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ന് നോർമൽ CPR ആണ്. ഇന്നലത്തെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ബാക്കി ഇന്നുണ്ടാവുമോ എന്നുള്ളത് നോക്കാം. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 12.95 പുട്ട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ബുള്ളിഷ് മോഡിലേക്ക് മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. 1.01 ആണ് PCR വരുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 25,000-ൽ 90 ലക്ഷം വന്നിട്ടുണ്ട്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 24,500-ൽ 69 ലക്ഷം വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 140 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 55 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 323 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 49 പോയിന്റ് ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണെങ്കിലും ഞാൻ ഹൈയും ലോയൊക്കെ പറഞ്ഞുതരാം. മാർക്കറ്റ് ഡിറക്ഷനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഒന്നും പറയാനില്ല. കാരണം ന്യൂസിനനുസരിച്ചാണ് ഇത് കയറി പോകാൻ പോകുന്നത്. ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 24,369 ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 23,161 ഇന്നലത്തേതിനേക്കാൾ വലിയൊരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും ഇന്ന് എന്നാണ് റാസ് ലെവൽസ് സൂചിപ്പിക്കുന്നത്. ദെൻ ഒരു നോ ട്രേഡ് സോണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് ഇന്നത്തെ ഡേ ഹൈ മുതൽ ബോട്ടം CPR വരെയുള്ള ഈ ഒരു സോണിനെയാണ് നമുക്ക് നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ളത്. 24,469 മുതൽ 358 വരെയുള്ള റേഞ്ചിൽ ഒരു അല്പം കൺഫ്യൂസിങ് ആയിരിക്കും ട്രേഡ്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ഒരു സോണിനകത്ത് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനെ ഒന്നുകിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം നിങ്ങൾ എടുക്കുക. ഇതിനകത്ത് ട്രേഡ് ഒഴിവാക്കുക. കാരണം മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ചിലപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് കുടുങ്ങിക്കിടക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു ഡേ ഹൈ അതേപോലെ ബോട്ടം CPRൻ്റെ ഇടയിൽ മാർക്കറ്റ് കുടുങ്ങി നിൽക്കാനുള്ള എല്ലാ സാധ്യതയും. ഇൻ കേസ് മാർക്കറ്റ് ഒന്ന് പൊട്ടിക്കയറി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഒരു റിജക്ഷൻ പോയിന്റ് ആയിട്ട് വരിക. 23,698 അതായത് 23,700 മുതൽ 668 വരെയുള്ള ഒരു 32 പോയിന്റിൻ്റെ ഈ ഒരു സോണിൽ വെച്ച് ഉറപ്പായിട്ടും മാർക്കറ്റിന് റിജക്ഷൻ ഉണ്ടാകും. താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യത കൂടുതലാണ്. ഒരു പ്രോപ്പർ സപ്പോർട്ട് യെസ്റ്റർഡേ ലോയിലാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്റ്റർഡേ ലോ എന്നുള്ളത് 232 മുതൽ 222 വരെയുള്ള 10 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ ആയിരിക്കും കേട്ടോ ഓപ്പൺ ആവുക. ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി അവിടെ ഓപ്പൺ ആവാൻ സാധ്യത കാണാറുണ്ട്. നല്ലൊരു സപ്പോർട്ട് ലൈനാണത്. അപ്പോൾ 23,232 ഭാഗത്ത് ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ അപ് റാലിക്ക് സാധ്യതയുണ്ട്. ഇനി അതല്ല അതിൻ്റെ താഴെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇന്നത്തെ എന്തായാലും 23,161 താഴേക്ക് ഇന്ന് പോകും എന്ന് പ്രതീക്ഷിക്കും. ടെക്നിക്കലി പോവില്ല,
മാർക്കറ്റ് ന്യൂസ് അത്രയും പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നുണ്ടെങ്കിൽ 23 കടന്ന് ചിലപ്പോൾ മാർക്കറ്റ് പോയി എന്ന് വരും. സോ അത് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞത് ഈ സിഗ്നൽസ് മാർക്കറ്റിൽ കൃത്യമായി വരുന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ, എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.